ഏറ്റവും കൂടുതലായിട്ട് പറയും സാങ്കേതിക മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയാണ് സംസ്കൃതം. ഈ സംസ്കൃതത്തിന് ഇതേപോലെ ആവശ്യങ്ങൾക്കാർ കൂടിയാൽ മാത്രമല്ലേ അതിനും ഇതേപോലെ ഒരു പ്രശ്നം വരില്ല. അല്ലാതെ സർക്കാർ തലത്തിൽ സംസ്കൃതം പ്രോത്സാഹിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജിക്കലി അപ്ഡേഷന് വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഈ സർക്കാരിന്? ഇപ്പോൾ സംസ്കൃതത്തിന് എഐയുമായിട്ട് അല്ലെങ്കിൽ ടെക്നോളജിയിൽ വലിയ ഏതെങ്കിലും ഭാഷ ഭാരതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സംസ്കൃതമാണ്. രണ്ട് കാരണം കൊണ്ടാണ്. എല്ലാ ഭാഷകളുടെയും ഡിമാൻഡാണ്. ഒന്ന്, ഏത് വിഷയം എടുത്താലും നമ്മൾ കണ്ടൻറ്റ് ജനറേഷൻ നടത്തുന്ന സമയത്ത് ഇപ്പോൾ എ ഐ ഒരു കാര്യം ഉത്തരം പറയണമെങ്കിൽ എഐയുടെ കയ്യിലുള്ള ഡേറ്റ ഏറ്റവും പെട്ടെന്ന് എടുക്കണ്ടേ, ഡീപ്പ് ലേണിംഗ് നടത്തണമല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വിജ്ഞാനം ഏറ്റവും കൂടുതൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം. അപ്പോൾ അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഓടിച്ചെല്ലുന്നത് സംസ്കൃത സർവകലാശാലകളുമായിട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യാം. കാരണം അപ്പോൾ അവിടെ 3 രീതിയിൽ ഉള്ള സോഴ്സുകളാണുള്ളത്. പാം ലീഫ് സോഴ്സുകളുണ്ട്, പ്രിൻ്റഡ് സോഴ്സുകളുണ്ട്, ഇപ്പോഴുള്ള ഡിജിറ്റൽ സോഴ്സുകളുണ്ട്. ഡിജിറ്റൽ സോഴ്സ് വളരെ പെട്ടെന്നാണ്. പക്ഷെ സംസ്കൃതത്തിൽ അധികവും ഡിജിറ്റൽ സോഴ്സ് അല്ല. അപ്പോൾ ഡിജിറ്റൽ ചിത്രങ്ങൾ ഉണ്ടാക്കാം, എഴുത്തിൻ്റെ PDF എന്നോ അല്ലെങ്കിൽ ഇമേജോ ആയിട്ട്. അപ്പോൾ ഈ ഇമേജ് വായിക്കണം, അവിടെ നിന്ന് പോയിട്ട് ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് പോകണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ചുള്ള പല സാധ്യതകളും ആൾക്കാർ വരും. ഇപ്പോൾ കേന്ദ്ര സംസ്കൃത സർവകലാശാലയായിട്ട് ഇത്തരം ടൈപ്പുകളൊക്കെ വന്നു കേൾക്കുന്നു. അപ്പോൾ സംസ്കൃതത്തിൽ അല്ലാതെ സംസ്കൃതത്തിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ച് മാത്രമല്ല, അപ്പോൾ അത് വലിയൊരു ഗവേഷണ രംഗത്തൊക്കെ ഇപ്പോൾ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI ഒരുപാട് സ്വാധീനമുണ്ട്. അത് സംബന്ധിച്ചു അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ആ ഒരു തലത്തിലൊക്കെ AI എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടോ AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജിക്ക്? അത് സമൂഹത്തിനുള്ളിൽ ഭയങ്കര ഒരു തരം ഭ്രമം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷത്തെ ഒരാഴ്ച മുന്നേ ഇവിടുന്ന് പോകുന്ന സമയത്ത് അന്ന് പേപ്പർ ന്യൂസ് വായിച്ചിട്ട് അന്ന് എനിക്ക് തോന്നുന്നു കീമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസമാകുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-15 ദിവസം മുന്നേ എല്ലാ കോഴ്സുകളും, കമ്പ്യൂട്ടർ കോഴ്സുകളിലും AI അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് AI പറയുന്നു, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലേണിംഗ്, സെക്യൂരിറ്റി, ഇങ്ങനെ നമ്മളെ ഒരു തരം പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ കൂടെ എടുക്കേണ്ട നമുക്കൊരു ഓപ്ഷൻ കോഴ്സ് ഉണ്ടാക്കി അതിനൊക്കെ വെവ്വേറെ കോഴ്സുകളാക്കി മാറ്റിയിട്ട് നമ്മുടെ ഒരു ആഗ്രഹത്തെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തെറ്റിദ്ധാരണ, ഇനി ഇതാണ് ബുദ്ധി എന്നുള്ളതാണ്. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ഈ ഒരു രംഗം മാത്രമല്ല. AI എന്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാം ചെയ്യാൻ പറ്റും. ഇല്ല, AI കുറിച്ച് പറഞ്ഞ ഒരാൾ പറഞ്ഞത് AI ക്യാൻ ക്രിയേറ്റ് ഇൻഫോർമേഷൻ, ആൻസേഴ്സ്, പ്രഡിക്ഷൻ, പാറ്റേൺ, കണ്ടൻറ്റ്. നമുക്ക് ആവശ്യമാണ് ഇതൊക്കെ. എങ്ങനെ ഒരു പാറ്റേൺ കണ്ടെത്തും? ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ChatGPT അയച്ചാൽ ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടണം. ഒരു ശ്ലോകത്തിൻ്റെ പകുതി അറിയാം. ഞാൻ ചെയ്യാറുണ്ട്. ശ്ലോകത്തിൻ്റെ പകുതി മൊത്തം അറിയില്ല. അപ്പോൾ ഈ ശ്ലോകം മൊത്തം എവിടെയാണ് അടിച്ചാൽ ചിലത് അധികം ശരിയാവും, ചിലപ്പോൾ തെറ്റായിക്കുക. വേറെ ആളോട് പിന്നെ നമുക്ക് ക്രോസ് ചെയ്യേണ്ടി വരും. ഇത് ആണ് AIയുടേത്. പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ലല്ലോ. മനുഷ്യൻ്റെ കാര്യത്തിൽ കുറിച്ച് പോകുമ്പോൾ എന്താണ് ബുദ്ധിയുടെ ഭാഗം തന്നെ, ബുദ്ധിയെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുക. നമ്മുടെ ഭാഷയിൽ പ്രജ്ഞ, വിസ്ഡം, അതേപോലെ തന്നെ വിവേകം, ഡിസ്ക്രിമിനേഷൻ പവർ വേണം, സംസ്കാരം, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു വിവേകം ഉണ്ടാവണമെങ്കിൽ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിക്കൊരു കാരുണ്യത്തിൻ്റെ ബുദ്ധി വേണം. നമുക്ക് അറിയുന്ന ബുദ്ധി അതിങ്ങനെ ഉപയോഗിക്കാമെങ്കിൽ അല്ലേ, കത്തി കൊണ്ട് കുത്തുകയും ചെയ്യാം. അതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ധർമ്മബോധം വേണം, നമ്മുടെ ചരിത്രം, സ്വഭാവശുദ്ധി, ഇതൊന്നും ആർക്കുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ഇതെല്ലാം ഉണ്ടാവണം. ഇതെല്ലാം ബുദ്ധിയുടെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റതും ബുദ്ധിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ബുദ്ധിയുടെ ഭാഗത്തിൽ രണ്ടും വേണ്ടേ? ഈ രണ്ടും വേണമെങ്കിൽ രണ്ടിൻ്റെ ഒരു സന്തുലനം വേണം. ആ രീതിയിലാണ് പോകേണ്ടത്. അപ്പോൾ ഭാരതീയ വീക്ഷണത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ വിദ്യാഭ്യാസം മനുഷ്യ കേന്ദ്രിത വിദ്യാഭ്യാസമായിരിക്കണം. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, AIയെ ധാർമ്മികമാക്കണം. AI എവിടെ ഉപയോഗിക്കാൻ പറ്റണം. സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് പറഞ്ഞു. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കേവലം ഫ്രോഡ് കളിക്കൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ
എത്ര ആവാം, അതിനെക്കുറിച്ചുള്ള അവയർനെസ് അതൊരു ഭാഗമാണല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ AI ക്ലോണിങ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അതിനെല്ലാം ഒരു ധാർമ്മിക പശ്ചാത്തലത്തോടുകൂടി അതിൽ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും നല്ല ഉപയോഗമായിട്ട് ഭാരതീയ ജ്ഞാന പരമ്പരകളെ ഇന്ന് നമുക്കൊരു ലൈബ്രറി പോയാൽ എത്ര പുസ്തകങ്ങൾ കിട്ടും. പക്ഷേ AI പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നിരവധി എല്ലാ മേഖലയിലുള്ള ഒരു ഡീപ്പ് ലേണിംഗ് നടക്കുന്നു. അതുകൊണ്ട് ഭാരതീയ ജ്ഞാനത്തെ കൊണ്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇൻക്ലൂസീവ്നെസ് വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ രംഗത്തൊക്കെ AIയുടെ ഒരു പോസിറ്റീവ് കാര്യവും AIയുടെ ലിമിറ്റേഷനും മനസ്സിലാക്കിയിട്ട് AIയെ നിരാകരിക്കുകയല്ല വേണ്ടത്, AIയെ സ്വീകരിക്കണം.